പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 സെപ്റ്റംബർ മാസം ആമേൻ 27 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. നോർത്തു നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തി. എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് കർത്താവ് നടത്തിയത്. ആമേൻ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നടത്തിയതിന് കർത്താവിൻ്റെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവ് രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ല. ഒന്നോർത്ത് നോക്കി എത്ര ശ്രേഷ്ഠമായിട്ട് ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ കർത്താവ് ഉണർത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 അപ്പ സ്തോത്രം അപ്പ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവസ്നേഹത്തിനായിട്ട്, നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട്, അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഇതിൽ നിന്നൊക്കെയും നമ്മളെ വിടുവിക്കുന്ന കർത്താവിൻ്റെ വലിയ സ്നേഹത്തിനായിട്ട് ആമേൻ ആമേൻ. നന്ദിയോടെ സ്തോത്രം പറഞ്ഞിട്ട് കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വാത്സല്യം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുള്ള ദയ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങേക്ക് സ്തോത്രയാഗം അർപ്പിക്കുന്നു. ആ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സങ്കീർത്തനക്കാരൻ സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു പദം പറഞ്ഞു. 43 സങ്കീർത്തനം 4 വാക്യത്തിൽ, ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. സ്തോത്രം. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കും. ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കും. ആമേൻ. ഇന്നും പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനെ അല്പസമയം കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഷാബാന. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അല്പസമയം കൂടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ പൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. രാത്രി നൽകിയ നല്ല ഉറക്കത്തിന് ഞങ്ങൾ നന്ദി പറയും. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയതിന് ഒരിക്കലൂടെ സ്തോത്രം അപ്പ. അപ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് ഒരിക്കലൂടെ നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾ ഈ നേരവസ്ഥയിലിരുന്നത് കേൾക്കുന്നു. അവരായിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹിമ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. കഥാവെ, പലവിധ ചലഞ്ചുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കഥാവെ, കാരാഗ്രഹത്തിൽ പൗലോസും ശീലാസും ഇരുന്ന് അവൻ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളിലെങ്കിൽ ചെങ്ങലകൾ പൊട്ടി, വാതിലുകൾ തുറന്നു. അവർ മാത്രമല്ല, അവരോടൊപ്പം ഉണ്ടായിരുന്നവരും സ്വതന്ത്രരായതുപോലെ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ ദൈവമഹത്വം അവരിയ്ക്കുന്നിടത്ത് വ്യാപരിക്കട്ടെ. അവർ ആയിരിക്കുന്ന പ്രശ്നങ്ങൾക്കകത്തുനിന്ന് യേശുവിൻ്റെ നാമത്തിൽ അവർ പുറത്തു വരട്ടെ. അവർ മാത്രമല്ല, അവരുടെ ചുറ്റുപാടിലുള്ളവരും ഇന്ന് പുറത്തു വരുന്ന ഒരു ദൈവമഹത്വം ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗത്തിൻ്റെ അവസ്ഥകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. ഹോസ്പിറ്റലിൽ ഇരുന്ന് കേൾക്കുന്നവരുണ്ട്, വീട്ടിലിരുന്ന് കേൾക്കുന്നവരുണ്ട്. എവിടെയാണെങ്കിലും അവർ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങുവാൻ, മഹത്വം ഇറങ്ങുവാൻ, അത്ഭുതം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കട്ടെ. ഹോസ്പിറ്റൽ മുറിക്കകത്ത് ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കട്ടെ. വീടിനകത്ത് ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അത്ഭുതകരമായ ചില സൗഖ്യങ്ങളും വിടുതലുകളും സംഭവിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിടുവിക്കണമേ. കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവർ, ജോലിയിൽ സ്വസ്ഥതയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, ഇവരെയൊക്കെ കർത്താവ് വിടുവിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളിലും ദൈവിക വിടുതൽ ഉണ്ടാകട്ടെ. ഇന്ന് വെള്ളിയാഴ്ച മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭായോഗങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവമഹത്വം മിഡിൽ ഈസ്റ്റിനെ മൂടട്ടെ. സ്വർഗീയ സൈന്യം മിഡിൽ ഈസ്റ്റിലേക്ക് ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആമേൻ ഇന്ന് ഈ ദേശങ്ങളിലെല്ലാം വ്യാപരിക്കണം. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധന്മാവെ, അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ സഭായോഗങ്ങളിലും അങ്ങയുടെ മഹത്വം വ്യാപരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ,
ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ആമേൻ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ 8:15 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. ആമേൻ. എല്ലാവരും അതിൽ പങ്കെടുക്കണം. ആരും തന്നെ അശ്രദ്ധരാകരുത്. ആമേൻ. മറന്നു പോകരുത്. ഈ ഫേവറിൻ്റെ മാസം ലാസ്റ്റ് ഫ്രൈഡേ ആണ് കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ആലോചനയ്ക്കായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ് ഇന്നത്തെ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അതായത് ഇതാണ് ദ റിയൽ ലവ്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വളരെ മുമ്പ് തന്നെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. അതായിരുന്നു അവൻ്റെ സ്നേഹം. നമ്മുടേതല്ല, നമ്മുടെ പാപങ്ങൾ നീക്കുന്നതിനുള്ള പ്രസാദകരമായ യാഗമായി തൻ്റെ പുത്രനെ അയച്ചുകൊണ്ട് പിതാവ് അത് തെളിയിച്ചു. അപ്പം നമ്മൾ കർത്താവിനെ സ്നേഹിച്ചതല്ല. ഈ സ്നേഹത്തിൻ്റെ ഒരു നിർവചനം പോലെ നമുക്ക് പറയാം. നമ്മൾ കർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ കർത്താവ് എന്ത് ചെയ്തു? നമ്മെ സ്നേഹിച്ചു. കാരണം ഉയർത്തി പറ, കർത്താവ് എന്നെ സ്നേഹിച്ചു. പിതാവിനാൽ സ്നേഹിക്കപ്പെട്ടവരാ ഞാനും നിങ്ങൾ. അവൻ ഇത്രയും സ്നേഹം ലഭിച്ച വേറൊരു കൂട്ടരില്ല. ഇത്രയും സ്നേഹം അനുഭവിക്കുന്ന വേറെ ആരുമില്ല. കാരണം നാം പാപം ചെയ്ത് പാപത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ നമ്മളെ സ്നേഹിച്ച് ആമേൻ, അത് സ്നേഹം എന്താണെന്ന് കാണിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങളെ നീക്കുന്നതിനെ എന്ത് ചെയ്തു? യേശു എന്ത് ചെയ്തു? പിതാവ് എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ നമുക്കൊരു പ്രസാദകരമായ യാഗമായി അർപ്പിച്ചു. എന്നിട്ട് നമ്മുടെ പാപങ്ങളെ നീക്കി നമ്മളെ ശുദ്ധീകരിച്ചു, നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ വിശുദ്ധീകരിച്ചു. അതാണ് സ്വർഗീയ പിതാവ് ചെയ്തത്. നമ്മൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മളെല്ലാം ധൂർത്തുപുത്രനെ കുറിച്ചൊക്കെ പറയും. ആ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയതായ ഒരു കാര്യമുണ്ട്. ഈ മോൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് അപ്പനെ നിരാകരിച്ചു, അനുസരണക്കേട് കാണിച്ചു, പൂർണ്ണമായി അപ്പനൊരു അപമാനമായി മാറി. ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവൻ വീട് വിട്ടു പോകുന്നത്. ഇവൻ പോയി എല്ലാം നശിച്ച് ഒന്നുമില്ലാത്തവനായി അവൻ അവിടെ കടന്ന് ചിന്തിച്ചത്, എൻ്റെ വീട്ടിൽ കൂലിപ്പണിക്കാർക്ക് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ല ആഹാരമുണ്ട്. ഇവൻ അപ്പനോടുള്ള സ്നേഹമല്ല ഇവനെ ചിന്തിപ്പിച്ചത്, ഇവൻ്റെ വിശപ്പാണ് അല്ലെങ്കിൽ ഇവൻ്റെ അവസ്ഥയാണ് വീട്ടിലേക്ക് പോകാനും അപ്പൻ്റെ അവിടെ ചെന്നിട്ട് ആഹാരം കഴിക്കുന്ന കാര്യമൊക്കെ ചിന്തിച്ചത്. അല്ലാതെ ഇവൻ അപ്പനോടുള്ള സ്നേഹമല്ല. പക്ഷേ നമ്മൾ കാണുന്നത് ഇവൻ മടങ്ങി ചെല്ലുമ്പോൾ ഇവൻ്റെ മനസ്സിലുള്ള ചിന്ത എന്തുവാ? ഇവൻ അപ്പനോടുള്ള സ്നേഹം കൊണ്ടാണോ മടങ്ങിപ്പോകുന്നത്? അല്ല. ഇവൻ അപ്പനോടുള്ള പ്രീതി കൊണ്ടോ അപ്പനെ സേവിക്കാനോ ഒന്നും പോകുന്നവനല്ല. ഇവൻ്റെ വിശപ്പ് മാറണം. ഇവൻ പന്നികളുടെ കൂടെ നിന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. പന്നികൾക്ക് കൊടുക്കുന്ന ആഹാരം പോലും കിട്ടാതായി. അപ്പോൾ വയറ് വിശന്നു, തൻ്റെ ആവശ്യങ്ങൾ നിറവേറാതായപ്പോൾ അവൻ മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. പക്ഷേ അവൻ മടങ്ങി ചെല്ലുമ്പോൾ ഇവൻ എന്തുദ്ദേശത്തോടെ മടങ്ങി വരുന്നു എന്നൊക്കെ അപ്പനറിയാം. എങ്കിലും ആ മടങ്ങി വരുന്നവനെ ഓടിച്ചെന്ന് സ്നേഹിച്ച് അവനെ മാറോടി ചേർത്ത് പിടിച്ച് അവനെ മോതിരവും പുതിയ വസ്ത്രവും കൊടുത്ത് വീട്ടിൽ വലിയ ആഘോഷം നടത്തിയ അപ്പനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നു പകൽക്കാലവും ഇതേ സ്നേഹം, അല്ല വലിയ സ്നേഹം സ്വർഗീയ പിതാവ് നമുക്ക് തന്നിരിക്കുക. നമ്മൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മളിനി എന്തെങ്കിലും സ്നേഹം കൂടാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ടുമല്ല നമ്മളോടുള്ള സ്നേഹം വലുത്. അതുകൊണ്ട് ഇന്ന് പിന്മാറിപ്പോയി ആരെങ്കിലും നിൽക്കുക, അയ്യോ കർത്താവിൻ്റെ അടുക്ക വന്നു, ഞാൻ പിന്മാറിപ്പോയി, ഇനി എങ്ങനെ മടങ്ങി വരും? ഓർത്ത് നോക്കിയേ, ഇന്ന് ധൈര്യമായിട്ട് മടങ്ങി വാ. ആ ധൂർത്തുപുത്രൻ മടങ്ങി വരുന്നത് അവൻ കർത്താവിന് മാനസാന്തരം കൊണ്ടൊന്നും വന്നല്ല, അവൻ്റെ വിശപ്പ് കൊണ്ട് മടങ്ങി വന്നു. പക്ഷേ അവനെ 2 കൈയും നീട്ടി അപ്പനങ്ങ് സ്വീകരിച്ചില്ലേ? അവനെ മാറോട് ചേർത്ത് പിടിച്ചില്ലേ? അവനെ ആശ്വസിപ്പിച്ചില്ലേ? അവനെ ചേർത്ത് അവനെ കുടുംബത്തിലെ അംഗമാക്കി തിരിച്ചെടുത്തില്ലേ? അതാണ് സ്നേഹം. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നാം സ്നേഹിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ തന്നു. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് കൂടെ നടക്കുന്നവർ ഈ സ്നേഹം അറിയണം. അകന്നുപോയവർ ഈ സ്നേഹം അറിഞ്ഞ് മടങ്ങി വരണം.
ഹി ലവ്സ് യു. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ മോനെ, അവൻ നിന്നെ സ്നേഹിക്കുന്നു. നീ മടങ്ങി വാ. നീ തെറ്റിലകപ്പെട്ടു പോയി, നീ വേണുപോയി, സാരമില്ല. ഇന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ സ്വർഗീയ പിതാവ് നിന്നെ വിളിക്കുക. അതുകൊണ്ട് മടങ്ങി വരിക. കൂടെ നടക്കുന്ന ഓരോ സഹോദരങ്ങളും മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടത് ഈ ആഴമേറിയ സ്നേഹമാണ്. ഈ സ്നേഹം നമ്മളെ അത്ഭുതമാക്കി മാറ്റും. ഈ സ്നേഹം തിരിച്ചറിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ നമ്മളൊരു അതിശയമായി മാറും. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, അപ്പാ എന്നോടുള്ള സ്നേഹത്തെ തിരിച്ചറിയാൻ എനിക്ക് കൃപ തന്നു. നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല എനിക്ക് ആരുമില്ല, എനിക്കൊന്നുമില്ല, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? അപ്പൻ്റെ സ്നേഹം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. എന്നാൽ അപ്പൻ്റെ സ്നേഹം തിരിച്ചറിയുന്ന ആരും പറയും, ഓ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നൊരു അപ്പനുണ്ട്, താങ്ക് യു. അത് നമ്മളെ അത്ഭുതമാക്കും, ധൈര്യമുള്ളവരാക്കും. നമുക്ക് ഈ ഭൂമിയിൽ ജയാളികളായി ജീവിക്കുവാൻ അപ്പൻ്റെ സ്നേഹം തിരിച്ചറിയുന്നവർക്ക് കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതി കർത്താവ് ആ സ്നേഹത്തെ വെളിപ്പെടുത്തി തരട്ടെ. ആ സ്നേഹം എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ള കൃപ തരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവൃത്തികൾ നടക്കും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. വി ആർ സറൗണ്ടഡ് വിത്ത് favor of God. God bless you. God bless you. God bless you.